പ്രയാഗിൽ രണ്ടാമത്തെ ദിവസമാണ്. ഇവിടെ പലതരത്തിലുള്ള ആത്മാന്വേഷണവുമായി വന്നിട്ടുള്ള ആളുകളുണ്ട്, അഘോരികളുണ്ട്, പലതരത്തിലുള്ള ആത്മാന്വേഷണം. അതിൽ നമുക്ക് കേരളത്തിൽ നിന്നൊരാൾ, വ്യത്യസ്തമായ മതത്തിൽ നിന്നൊരാൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു. ഷബാദ് മറ്റൊരു മതത്തിൽ നിന്നാണ്. നമുക്ക് പരിചയപ്പെടാം. ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, എന്നാലും നിങ്ങളുടെ മുന്നിലേക്കായിട്ട് നമ്മളിവിടുന്ന് പരിചയപ്പെടുത്തരാം. ഇതാണ് ആൾ. നമസ്കാരം. നമസ്കാരം ആൾ. പറയാം, എങ്ങനെയാണ് ഈ റൂട്ടിലേക്ക് വരാനുണ്ടായത്? കാരണം എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ കുംഭമേളയെക്കുറിച്ച് പറയാം. കുംഭമേള ഇപ്പോൾ നടക്കുന്നത് മഹാകുംഭമേള. കുംഭമേള 4 വർഷത്തിൽ നടക്കും, 6 വർഷത്തിൽ നടക്കും, 12 വർഷത്തിൽ നടക്കും, പൂർണ്ണ കുംഭമേളയായിട്ട്. ഇപ്പോൾ 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത് എന്താ പറയുക, ലോകത്തിലെ ഏറ്റവും വലിയ സ്പിരിച്വൽ ഗാദറിംഗ് ആണ്. സോ ഇങ്ങനത്തെ ഒരു മഹാ അത്ഭുതം നടക്കുന്നത് വേറെ എവിടെയല്ല, നമ്മളുടെ രാജ്യത്ത്, നമ്മളുടെ ഇന്ത്യയിൽ നമ്മളുടെ അമ്മയുടെ മടിത്തട്ടിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത് കാണാൻ പറ്റിയില്ലെങ്കിൽ ഇതൊരു മതത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു ഫെസ്റ്റിവലോ ഒരു റിച്വൽസോ, മതത്തിനപ്പുറത്തുള്ള ഒരു മഹാ അത്ഭുതമാണ്. ഇത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുംഭമേള കണ്ടിരിക്കണം. ഇനി വരാൻ പറ്റാത്തവർ എങ്ങനെയെങ്കിലും കുംഭമേള അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇത് നിങ്ങൾക്ക് തികച്ചും ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും തരിക. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ ഒരു അന്വേഷണം തുടങ്ങാനുണ്ടായ ഒരു കാരണം എന്താണ്? മറ്റൊരു മതത്തിൽ നമ്മളിങ്ങനെ മറ്റൊരു ആദർശമായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, മറ്റൊരു മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഈ ഒരു മാർഗത്തിലേക്ക് വരാനുണ്ടായ ഒരു ടേണിംഗ് പോയിൻ്റ് അതെന്താണ്? എന്താണ് ഞാനൊരു വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റിലീജിയസ് ബേസിൽ നിന്നും വരുന്ന ഒരാളാണ്. സോ സുഹൃത്തിൻ്റെ ചോദ്യം വന്ന് എന്താണ് ഇതിലേക്ക് വരാനുള്ള കാരണം, എന്താണ് കാരണം എന്നുള്ളത് എങ്ങനെയാണ് ഞാൻ പറയുക, എൻ്റെ ഒരു പോയിൻ്റിൽ എനിക്ക് എന്നെ ഈ ബ്രഹ്മം അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് എന്നെ പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി എന്നെ പിടിച്ചൊന്ന് കുലുക്കി. അതിനുശേഷം ബിഫോർ ആൻഡ് ആഫ്റ്റർ അങ്ങനെ 2 ചിന്ത എന്നിലേക്ക് വന്നു. എവിടേക്കാണ് ഞാൻ വന്നത്, എന്തിനാണ് ഞാൻ വന്നത്, എവിടേക്കാണ് ഞാൻ പോകുന്നത്, ഇങ്ങനെ ഒരു 3-4 വൈ ഐ ആം ഹിയർ, വേർ ഐ ആം ഗോയിങ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നിൽ തുറന്നു വന്നു. സോ ഇതിൻ്റെ ആൻസർ തേടി, ഇതിൻ്റെ ഉത്തരം തേടി പല ഗുരുക്കന്മാരെയും, പല യാത്രകളും, പല രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിലൂടെയും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൂടെയും നടക്കാനും യാത്ര ചെയ്യാനും പലതരത്തിലുള്ള ഗുരുക്കന്മാരെ മീറ്റ് ചെയ്യാനും അവരോട് സമയം ചെലവഴിക്കാനും എന്നെ കൊണ്ട് സാധിച്ചു. അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ഒരു ഉത്തരം കിട്ടി. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതിലൂടെ യാത്ര ചെയ്യുന്നു. അതിലൂടെ കിട്ടുന്ന ആത്മസംതൃപ്തി വാക്കുകളാൽ നിർവചിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇദ്ദേഹം ഒരു യോഗ ആചാര്യനാണ് അല്ലേ? അതെ. യോഗാചാര്യനാണ്. ഇപ്പോൾ എവിടെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ എവിടെയാണ് ഇപ്പോഴത്തെ ഈ തലത്തിൽ? ഞാൻ ഋഷികേശ് യോഗധാം ഉത്തരാഖണ്ഡിൽ നിന്നും ഹഠയോഗ അഷ്ടാംഗ യോഗയിൽ ടീച്ചർ ട്രെയിനിങ് കഴിഞ്ഞ വ്യക്തിയാണ്. ഞാൻ ഓൺലൈനായിട്ട് യോഗ കൊടുക്കുന്നുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, നമുക്ക് ഓൺലൈനായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ യോഗ എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടെ നിങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആക്ച്വലി പൊതുവെ നമ്മളുടെ ധാരണ യോഗ എന്നുള്ളത് ഒരു സ്പിരിച്വൽ ഒരു പർട്ടിക്കുലർ മതത്തിൻ്റെ അണ്ടറിലുള്ള ഒരു സ്പിരിച്വൽ റിച്വൽസ് പോലെയാണ് നമ്മളുടെ യോഗ എന്ന് പറയുന്ന ആൾക്കാർ കാണുന്നത്. ആക്ച്വലി യോഗ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, യോഗ സംസ്കൃതത്തിൽ യോഗ് എന്ന് പറഞ്ഞാൽ യൂണിയൻ, ചേരുക, ഒന്നാവുക. സോ ആ വൃക്ഷവും ഈ ഞാനും രണ്ടല്ല. ആ വൃക്ഷം തരുന്ന ഓക്സിജൻ ഞാൻ ശ്വസിക്കുന്നു, പകരം എൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് ആ വൃക്ഷം എടുക്കുന്നു, അല്ലേ? സോ ഞാനും ആ വൃക്ഷവും തമ്മിലൊരു കണക്ഷൻ ഇല്ലേ?
ഈ ഒരു കണക്ഷൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു പുലി, ആ പുലി അവിടെ ഉണ്ടായതുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു മാൻ ഇപ്പോൾ ഒരു വൃക്ഷത്തെ കഴിക്കാൻ, ഒരു ചെറിയൊരു ചെടി കഴിക്കാൻ പോകാമെന്ന് വെക്കുക. അപ്പം ആ പുലി ആ മാനിനെ പോയി പിടിക്കുന്നത് കൂടെ ആ വൃക്ഷം വളരുകയാണ്. ആ മാൻ ഫ്യൂച്ചറിൽ കഴിക്കേണ്ട 100 കണക്കിന് ചെടികൾ വളരും. സോ ആ കാട്ടിൽ ആ പുലി ഉണ്ടായതുകൊണ്ട് ഞാനും ആ പുലിയും തമ്മിൽ കണക്ഷൻ ഇല്ലേ? സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ സകല ചരാചരങ്ങളും ഒന്നിനോടൊന്ന് കണക്ട് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. പക്ഷേ വെൻ ഇറ്റ്സ് കം ടു ഹ്യൂമൻ ബീയിങ്, നമ്മൾ മാത്രമാണ് ഈ കണക്ഷനിൽ നിന്നും ഡിസ്കണക്റ്റ് ആയിട്ടുള്ളത്. ആണോ അല്ലയോ? ബാക്കി അതിലേക്കാണ് വരുന്നത്. നമ്മൾ മാത്രമാണ് ഇതിൽ നിന്നും ഡിസ്കണക്റ്റ് ആയി കിടക്കുന്നത്. ബിക്കോസ് നമ്മളുടെ ക്രിയേറ്റ് ചെയ്ത ഒരു ക്രിയേറ്റർ, അതിനെ നിങ്ങൾക്ക് ദൈവമെന്നോ ശിവനെന്നോ ബ്രഹ്മാവെന്നോ അള്ളാഹുവെന്നോ യേശുവെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. അത് നിങ്ങൾക്കില്ല. നമ്മളെ ക്രിയേറ്റ് ചെയ്ത ആ ക്രിയേറ്റർ നമ്മളിലൊരു വിശ്വാസം ഏൽപ്പിച്ചു. ഇവനെ ഞാൻ ഒരു ബാക്കി എല്ലാത്തിനെയും ഒരു 2 ലൈനിനുള്ളിൽ ഒതുക്കി. ഇവനിൽ 6 ഇന്ദ്രിയങ്ങളൊക്കെ തന്നിട്ട് നമ്മളുടെ ഒരു ഇതിലേക്ക് ഒരു പൊസിഷനിലേക്ക് കയറ്റിയപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ ആ അഹം, നമ്മളുടെ മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രം ആണ് നമ്മൾ അതിൽ നിന്നും ഡിസ്കണക്റ്റ് ആയിട്ടിരിക്കുന്നത്. സോ യോഗ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, തിരിച്ച് നിങ്ങളുടെ ഈ യൂണിയനുമായി നിങ്ങളെ ഈ സകല ചരാചരങ്ങളുമായി കണക്ട് ചെയ്യുക, യോജിപ്പിക്കുക, ലയിപ്പിക്കുക. അടുത്ത ഉദ്ദേശം എന്താണ്? ഇപ്പോൾ ഇവിടെ വന്നു കുംഭമേള, ഏതൊക്കെ സ്ഥലങ്ങളിൽ അങ്ങ് സന്ദർശിച്ചിപ്പോൾ? ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പല പുണ്യ സ്ഥലങ്ങളിലും പിൽഗ്രിമേജ് തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോയിട്ടുണ്ട്. അതുപോലെ നോർത്തിൽ ഋഷികേശ്, ഹരിദ്വാർ, ഹിമാലയൻ, ബദ്രിനാഥ്, കേദാർനാഥ്, തുംഗനാഥ്, യമുനോത്രി, ഗംഗോത്രി, ചാർധാം, വാരണാസി, കാശി എനിക്ക് തന്ന അനുഭവം വാക്കുകളിൽ പറയാൻ പറ്റില്ല. എൻ്റെ അനുഭവത്തിൽ കാശി ഇറ്റ്സ് നോട്ട് എ പ്ലേസ്, ഇറ്റ്സ് എ യന്ത്ര. വീഡിയോ നമുക്കത് അടുത്തൊരു വേറൊരു ഓക്കെ സുഹൃത്തിന് അറിയാം കാശീൻ്റെ വാല്യൂ എന്താണെന്നറിയാം. കാശി ഒരു സംഭവമാണ്. കാശി ഇറ്റ്സ് നോട്ട് എ പ്ലേസ്. കാശിക്ക് അതിൻ്റേതായ വൃത്തികേടുകളൊക്കെ ഉണ്ടെങ്കിലും ആ വൃത്തികേടിനുള്ളിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ക്രിയേറ്റർ ഒരു സംഭവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതാർക്കാണോ പിടിക്കാൻ പറ്റുക അവർക്ക് കാശി ഒരു അത്ഭുതമാവും. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് യോഗയിലൂടെ ഈ പ്രപഞ്ചത്തെ, ഈ മഹത് പരബ്രഹ്മത്തെ അറിയുക. അപ്പം നമ്മളെ സുഹൃത്ത് ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സുഹൃത്ത് ഉദ്ദേശിക്കുന്നത് മതത്തിനപ്പുറമാണ് ഈശ്വരൻ. അപ്പം ഒരു മതമല്ല, പല മതങ്ങളിലും കൂടിയതിൽ എല്ലാ മതത്തിലും ഈശ്വരനുണ്ട്. അത് ഒരു മതത്തിലായി ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടിയാണ്. അപ്പം വേറെ ഒരു വീഡിയോയുമായി മഹേഷ് രാഘവൻ, വയനാട്. ഓക്കെ ആണോ അത്?